రసమైనా കാര്യം എത്ര ദുഷ്ടനായിരുന്നാലും ഒരാളിങ്ങനെ കിടക്കുന്ന കാണുമ്പോ എന്തോ ഒരു വല്ലായ്മ. ഗോപുമോള് ഞാൻ പോയിരുന്നു മോളുടെ അടുത്ത്. അവക്കിപ്പോ നല്ല മാറ്റമുണ്ട്. എന്നെ കണ്ടപ്പോ അങ്കിളേന്ന് വിളിച്ചു. ഗോപുമോളും ഡോക്ടറും അയാളുടെ മകനും ഒരു കുടുംബം പോലെ അവിടെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് കഴിയുന്ന കണ്ടപ്പോ കൊതിയായിപ്പോയി അമ്പികെ. ഇതിനുമുമ്പ് ഒരിക്കലും ഗോപുമോളെ ഇത്ര സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാ അമ്പികെ. നീ നോക്കിക്കോ, വേണു പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും. മോൾക്കും സുഖാവും. ഇക്കാലം അത്രയും നിനക്കില്ലാതിരുന്ന സന്തോഷവും സുഖവും ഒക്കെ ഈശ്വരൻ നിനക്ക് തരാൻ പോവാ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ വെറുതെ ഒന്ന് പുറത്തു പോയതാ. അപ്പോഴാ ഒരു പഴയ പരിചയക്കാരിയെ കണ്ടത്. ഞങ്ങൾ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആശുപത്രി വരാന്തകളിലോ അമ്പലത്തിലോ ഒക്കെ വെച്ച ഞങ്ങളെപ്പോലുള്ളവർ പഴയ സുഹൃത്തുക്കളെ കാണുന്നത്. ഒന്നുകിൽ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ മക്കൾക്ക് കാവലിരിക്കാൻ. ഇതൊക്കെയല്ലേ ഞങ്ങൾക്കുള്ള വിശേഷങ്ങള്. ആ, മാനസിക എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അമ്മേ. ചെലവുകൾ ഒരുപാടുള്ളതല്ലേ, ഇതിരിക്കട്ടെ. എന്തിനാ മോനെ? ഇനിയിപ്പോ പണത്തിന് വലിയ ആവശ്യമൊന്നുമില്ല. ബില്ലൊക്കെ അടച്ചതാ. ആരാ പറഞ്ഞ കാശിന് അത്യാവശ്യമില്ലെന്ന്? കാര്യം അറിയാത്തവർക്ക് എന്തും പറയാം. നിങ്ങൾ ആ പണം അങ്ങോട്ട് കൊടുത്തേ. എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ബുദ്ധിമുട്ടിക്കേ വിവരക്കേട് വിളിച്ചു പറയരുത്. ഏതായാലും ഇവളെന്റെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവകാശം സ്ഥാപിച്ച് നിൽക്കുക. ആ നിലയ്ക്ക് ബന്ധുനായം വെച്ച് ഇതൊക്കെ പതിവുള്ളതാ. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഇങ്ങനെയെങ്കിലും ഇതുങ്ങളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവുമല്ലോ. അതങ്ങനെയല്ലേ പാടുള്ളൂ. നോട്ടുകെട്ടുകൾക്ക് മുകളിലാണല്ലോ നിന്റെ അമ്മയുടെ ഉറക്കം പോലും. അതിന്റെ ഇടയിൽ നമ്മളൊക്കെ എന്ത് അല്ലേ? ഇതൊക്കെ അറിഞ്ഞ എന്നെ നിന്റെ അമ്മ വാടകയ്ക്ക് എടുക്കുന്നവരെ കൊണ്ട് കൊല്ലിക്കുമായിരിക്കും. കൊന്നോട്ടെ. പക്ഷേ ഇതൊന്നറിയണം, എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്റെ ജീവനേക്കാൾ വലുതാണ്. മനോജ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് നിനക്കുള്ളതുപോലെ വെറും എന്റർടൈൻമെന്റ് അല്ല, അതിൽ സത്യമുണ്ട്. ഈ സ്നേഹത്തിന് വേണ്ടി എന്റെ ജീവൻ കൊടുക്കാനും ഞാൻ ഒരുക്കമാണ് ഗീതു. നീ എന്റെ മാത്രമാ. നീ നമ്മുടെ കുഞ്ഞിനെ പ്രസവിക്കണം, നമുക്കതിനെ വളർത്തണം, നമുക്കൊരു നല്ല കുടുംബമായിട്ട് ജീവിക്കണം. ഒക്കെ എന്റെ സ്വപ്നങ്ങളാ. അല്ലാതെ കുറെ കാശും സ്വർണവും ഉണ്ടായിട്ട് എന്തിനാ? മരണം കാത്തു കിടക്കുന്ന വേണുവിന്റെ വിധവയായിട്ട് ജീവിച്ചു തീർക്കാനുള്ളതാണോ നിന്റെ ജീവിതം? പറയ. അങ്ങനെ ഒരു നരകത്തിലേക്ക് നിന്നെ ഞാൻ തള്ളിയിടില്ല. എനിക്ക് വേണം നിന്നെ. ഈ ഭൂമിയിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെയാ, നിന്നെ മാത്രം. അയ്യോ ദൈവമേ, അതാരായിരിക്കും? തീർന്നു, എല്ലാം തീർന്നു. നീ ഇങ്ങനെ പേടിക്കല്ലേ. ചെന്ന് ആരാ നോക്ക്. ആരായാലും നിന്നെ കാണണ്ട. അത് അപകടമാണ്. വേഗം പോകാൻ. മനോജ്, അവിടേക്കല്ല, കിച്ചണിലേക്ക് പൊയ്ക്കോ. എന്നിട്ട് ബാക്ക് വഴി പുറത്തേക്ക് പൊയ്ക്കോ. ചെല്ല്. ഹരി, ഹരി, ഇതെന്ത് നിൽപ്പാടോ? എന്തിനെങ്ങനെ വന്ന് നിൽക്കുന്നേ? വെറുതെ ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന എന്ത് റിലാക്സ് ഉണ്ടാവാൻ പോന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. സിനി പൊയ്ക്കോളൂ, വെറുതെ ഇവിടെ നിന്ന് ബോറടിക്കണ്ട. അപ്പൊ താനോ?
സിനി പ്ലീസ് ലീവ് മീ. വേണ്ട, ഞാൻ പോകുന്നില്ല. ഇനി ഇങ്ങനെ നിന്ന് ടെൻഷൻ സഹിക്കാതെ വരുമ്പോ താനെങ്ങാനും കടലിലേക്ക് എടുത്ത് ചാടിയാലോ? ഇയാളുടെ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഒന്നുമല്ലേലും ഞാൻ ഒരു കാലത്ത് ഒരുപാട് മനസ്സിൽ കൊണ്ടു നടന്ന ആളല്ലേ. ഈ ആൾക്കൊപ്പം പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങാൻ ഞാൻ അന്നൊക്കെ കുറെ ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം ഇപ്പോഴാണ് സാധിച്ചതെന്ന് ഞാൻ കരുതിക്കോളാം. എന്താ സിനി പ്ലീസ്. ഇത് വളരെ ബോറാണ് കേട്ടോ ഹരി. ചില പഴയകാല സിനിമയിലെ നിരാശ കാമുകന്മാരെ പോലെ. ഹരി, ബി പ്രാക്ടിക്കൽ. ഗൗരി ഒരു ഡോക്ടർ, താനൊരു SP. ഉയർന്ന തലത്തിലുള്ള ഹസ്ബൻഡും വൈഫും തമ്മിൽ ഡിവോഴ്സ് ആവുന്നത് ഇക്കാലത്തൊരു ഫാഷന്. അപ്പോഴാ താനൊരു സിനി സ്റ്റോപ്പ്. പോകാൻ പറയടോ. താന് തന്റെ ഒരു കാലഹരണപ്പെട്ട ചീപ്പ് സെന്റിമെന്റ്സും. ഗൗരി പോന്നെങ്കിൽ പോട്ടെ, താൻ വേഗം മറ്റൊരു പാർട്ട്ണറെ കണ്ടെത്തണം. വേണമെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ. I said stop it. യെസ്, ഞാനൊരു പഴയ മനുഷ്യനാ. കാലഹരണപ്പെട്ടതാ എന്റെ സെന്റിമെന്റ്സുകൾ. പക്ഷേ ഹരിശങ്കർ എന്ന എന്നെ നിലനിർത്തുന്നത്, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എല്ലാം നീ ഇപ്പൊ പറഞ്ഞ സെന്റിമെന്റ്സാ. നിനക്കൊക്കെ അത് ചീപ്പായിരിക്കാം. ഹരി, ഞാൻ വെറുതെ മനസ്സിലാവില്ല. നിനക്കെന്നല്ല, സ്വാർത്ഥതയോടെ ചിന്തിക്കുന്ന ഒരുത്തിക്കും അത് മനസ്സിലാക്കാനാവില്ല. എനിക്ക് എന്റെ ഗൗരിയോടുള്ള സ്നേഹം, എന്റെ അപ്പുമോൾ, എന്റെ മാനസയോട്, എന്റെ മൈനയോട്, എന്റെ ഉള്ളിലുള്ള സ്നേഹം എത്രയാണെന്നും അതിന്റെ ആഴം എന്താണെന്നും ആർക്കും മനസ്സിലാവില്ല. ഇവരിൽ ഏതെങ്കിലും ഒരാൾ നഷ്ടമായാൽ സഹിക്കില്ല എനിക്ക്.